ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂൺ മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽ പെടുന്നവർക്കും രോഹിണി അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്കും ഇടവലഗ്നക്കാർക്കും ജൂൺ മാസഫലം എങ്ങനെയാകും. അപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ആദ്യം നമുക്ക് അവരുടെ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ ജൂൺ 12 വൈകുന്നേരം വരെ ജന്മരാശിയിൽ അല്ലെങ്കിൽ ലഗ്നരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിനുശേഷം ആ ശുക്രൻ 2ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. കുജനാണെങ്കിൽ, സൂര്യനാണെങ്കിൽ ജൂൺ 14 രാത്രി വരെ ജന്മരാശിയിലും അതിനുശേഷം 2ലും സഞ്ചരിക്കുന്നു. കുജനാണെങ്കിൽ 12 സഞ്ചരിക്കുന്ന സമയമാണ്. ബുധൻ ജൂൺ 14 രാത്രി വരെ ജന്മരാശിയിലും അതിനുശേഷം 2ാം ഭാവരാശിയിലേക്കും സഞ്ചരിക്കുന്നു. ഗുരു ആണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശനിയാണെങ്കിൽ 10ൽ സ്ഥിതി ചെയ്യുന്നു. രാഹു 11ൽ സ്ഥിതി ചെയ്യുന്നു. കേതു ആണെങ്കിൽ 5ൽ സ്ഥിതി തുടരുന്ന സമയമാണ്. അപ്പോൾ ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, അതുപോലെ ധനം, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, ഇപ്പോൾ അവർക്ക് ഏത് ദശ നടക്കുന്നു, ഏത് ദശ അപകാരം, ഛിദ്രം, അത് ഏത് ഗ്രഹങ്ങളുടേതാണെന്നും അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങളുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലുള്ളവർക്കും ഒരേ ലഗ്നത്തിലുള്ളവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ശുക്രനാണ്. ആ ശുക്രൻ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. എങ്കിലും ശുക്രന് മൗഢ്യസ്ഥിതിയുണ്ട്, സൂര്യൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വാരം പൊതുവെ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ട്, എങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ചെറിയ തോതിൽ, പ്രത്യേകിച്ച് സൂര്യനൊക്കെ ജന്മരാശി നിൽക്കുന്ന സമയമാണ്, ഒരു മെൻ്റൽ സ്ട്രെസ്, അല്പം മുൻകോപം, ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ കുജൻ 12ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുജൻ 12ൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം. ഇപ്പം പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ, മുറിവ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്ക് ഈ 12ലാണ് കുജൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ലീപ്പിംഗ് പ്രോബ്ലം ചിലർക്ക് ഉണ്ടാകാം. ഒരു ഉത്കണ്ഠ, ഒരു ഭയമൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുജനാണെങ്കിൽ 6ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം മസിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിൻ, ബാക്ക് ബോണിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ, ഇവയ്ക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 12ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ സൂര്യൻ, ശുക്രൻ, ബുധൻ ഒക്കെ തന്നെ 2ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രന് 6ാം ഭാവാധിപത്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ഒരു കെയർ വേണം. ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അതുപോലെ ദന്ത സംബന്ധമായിട്ട്, സൂര്യനൊക്കെ 2 നിൽക്കുന്ന സമയമാണ്, ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗുരു 8ാം ഭാവാധിപനായിട്ട് ജന്മരാശി നിൽക്കുന്നതിനാൽ നമ്മൾ ഈ ശരീരത്തിലൊക്കെ അല്പം കൊഴുപ്പ് കൂടുന്നതിനും, അതുപോലെ ഈ ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവരൊക്കെ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ധർമ്മ
കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ആ 10 മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. മഹായോഗത്തിലാണ് ആ ശനി നിൽക്കുന്നത്. ഇപ്പോൾ ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ മാളവ്യ യോഗാവസ്ഥയിലാണ് ആദ്യത്തെ 2 വാരം. ശുക്രന് മൗഢ്യമുണ്ട്. ബുധൻ ജന്മരാശിയിൽ ഉണ്ട്. ശുക്രനും ബുധനും ഒക്കെ യോഗം ജന്മരാശിയിൽ വരുന്നത് കൊണ്ട് പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള തൊഴിലിന് സാധ്യത കാണുന്നുണ്ട്. ധർമ്മകർമ്മ ബന്ധം അത് ശനിക്കുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസം അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാം. സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനക്കയറ്റത്തിനും അവർക്ക് ഉയർന്ന അധികാരമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശനിയുടെ സ്ഥിതി പൊതുവെ ഒരു തൊഴിലിൽ ഒരു സ്റ്റെബിലിറ്റി, ഇപ്പോൾ എന്തെങ്കിലും തൊഴിലിൽ എന്തൊക്കെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്തവർക്ക് അതൊക്കെ മാറി തൊഴിലിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതുപോലെ തൊഴിലിൽ പ്രത്യേകിച്ച് നല്ലൊരു ഗൈഡൻസ്, മുതിർന്നവരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഒക്കെ തൊഴിലിടത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ തൊഴിലിൽ വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ 9ാം ഭാവാധിപനായിട്ടുള്ള ശനി 10ൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൽ ഭാഗ്യം, അതുപോലെ തൊഴിലിൽ ഒരു യശസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. തൊഴിലിടത്ത് പൊതുവെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള കുജൻ പ്രത്യേകിച്ച് 12 നിൽക്കുന്ന സമയമാണ്. അതൊരു വിപരീത രാജയോഗം കൂടെയാണ്. അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ആ 12ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് എന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 5ലും 9ലും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം തൊഴിലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു സംതൃപ്തിയുണ്ട്. വിദേശ യാത്രകൾ കൊണ്ടൊക്കെ ഭാഗ്യാനുഭവം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ല് ഗുരുവിൻ്റെയും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ആദ്യത്തെ 2 വാരമുണ്ട്. അത് ബിസിനസ്സിൽ പുരോഗതിയൊക്കെ സാധ്യമാക്കും. അതുപോലെ വിദേശ വ്യാപാരം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം വളരെ അനുകൂലമായിരിക്കും. 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 12ൽ നിൽക്കുന്ന സമയമാണ്. കുജൻ 12ാം ഭാവാധിപനായിട്ട് 12 നിൽക്കുന്നു എന്നുള്ളത് വിപരീത രാജയോഗമാണ്. അപ്പോൾ വിദേശ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുള്ളവർക്ക് അത്തരം പ്രയാസങ്ങളൊക്കെ മാറി ആ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം ഈ സൂര്യൻ്റെയൊക്കെ 7ലെ ദൃഷ്ടി അത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ തർക്കങ്ങളോ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂകളോ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. 7ല് ബുധൻ്റെയും ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് വളരെ പ്രത്യേകിച്ച് ഈ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് സഹായകമാണ്. ബിസിനസ്സിൽ പൊതുവെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അനുകൂലമാകുന്നതിനും സാധ്യതയുണ്ട്. അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ ബുധൻ, അതുപോലെ സൂര്യൻ, അതുപോലെ ശുക്രൻ ഇവയൊക്കെ ധനസ്ഥാനത്താണ് രാശി മാറുന്നത്. അപ്പം ബിസിനസ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട്. അതിനുശേഷം ആ ബുധൻ 2ാം ഭാവരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 2ഉം 5ഉം ഭാവാധിപനും കൂടിയാണ്. ഇപ്പം രവി, ശുക്രൻ, ഗുരു ഒക്കെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ പഠനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ പഠനത്തിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കാവുന്ന സമയമാണെന്ന് തന്നെ പറയാം. അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ ബുധൻ ആ 2ാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിലാണ് വരുന്നത്. അത് പഠന മികവിന് വഴിയൊരുക്കും. 5ൽ കേതുണ്ട്. അത് ചെറിയ സംതൃപ്തിക്കുറവൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ 5ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുത്തും. ഓർമ്മശക്തിയൊക്കെ കൂട്ടുന്നതിന് അത് വഴിതെളിക്കും. ഒരു ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ്. ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ
അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടി വഴിതെളിക്കും. കുജനാണെങ്കിൽ 12ാം ഭാവാധിപനായിട്ട് 12ൽ വിപരീത രാജയോഗ അവസ്ഥയിലാണ്. അത് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കും. അതുപോലെ വിദ്യാഭ്യാസ വായ്പകൾ അനുവദിച്ച് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് അർപ്പണ മനോഭാവത്തോടു കൂടി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ നല്ല പെർഫോമൻസ്, മികച്ച പെർഫോമൻസ്, അതുപോലെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നതിനൊക്കെ അവർക്ക് കഴിയും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ അതുപോലെ 11ാം ആ ബുധൻ ജന്മരാശിയിൽ നിൽക്കുകയാണ് ആദ്യത്തെ 2 വാരം. അതുപോലെ 11ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരുവും ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ധനസ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കും. അവസാനത്തെ 2 വാരം ഈ ധനഭാവാധിപതി ധനസ്ഥാനത്തേക്ക് തന്നെ വരുന്നുണ്ട്. ആ ബുധൻ അത് സ്വക്ഷേത്രത്തിലേക്കാണ് ആ ബുധൻ വരുന്നത്. ശുക്രനും ആ 2ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ സമ്പാദ്യം കൂടുന്നതിന്, ബാങ്ക് ബാലൻസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ രാഹുവിൻ്റെയൊക്കെ 11ലെ സ്ഥിതി അതും ധനാഗമം കൂടുന്നതിന് സഹായകമാണ്. അതേസമയം ഗുരു അഷ്ടമഭാവാധിപനും കൂടെയാണ്, ജന്മരാശിയിലാണ് ആ ഗുരു നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ കുജൻ 12ൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും അനാവശ്യ ചെലവ് നിയന്ത്രിച്ച് പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ കുജൻ 12ൽ ആണ് നിൽക്കുന്നത്. അതുപോലെ ശുക്രനും ഗുരുവും ഒക്കെ തന്നെ 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ ശനിയാണെങ്കിൽ 7ൽ ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും ആ 7ാം ഭാവാധിപനെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് വിവാഹ നിശ്ചയം അല്പം നീണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യ 2 വാരമൊക്കെ ജന്മരാശിയിൽ ശുക്രനോടൊപ്പം സ്ഥിതി ചെയ്യുന്നത് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയചിന്തയൊക്കെ അനുകൂലമാക്കും. എങ്കിലും 5ൽ കേതു അത് ചിലർക്ക് ഒരു സംതൃപ്തിക്കുറവ് ഉണ്ടാക്കിയെന്ന് വരാം. അവിടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാക്കില്ല. എന്തെങ്കിലുമൊക്കെ കമിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിലും അത് പരിഹരിച്ചു പോകുന്നതിന് 5ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ, ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ 7ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, ബുധൻ്റെ ദൃഷ്ടിയുമുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം അത് ദാമ്പത്യ ബന്ധത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ മാറുന്നതിനും, നിലവിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും, പരസ്പര വിശ്വാസമൊക്കെ കൂടുന്നതിനുമൊക്കെ അത് സഹായകമാണ്. എങ്കിലും 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 12ൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുജനെ ശനിയും കൂടെ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ആ 7ൽ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും സംയമനമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ 7th ലോർഡായിട്ടുള്ള കുജൻ 12ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ദാമ്പത്യത്തിൽ ഒരു സുഖക്കുറവിനിടയാക്കും. അതേസമയം ദമ്പതിമാർക്ക് ദൂരെ യാത്രകൾക്ക് അല്ലെങ്കിൽ ദൂരെ ഷോപ്പിങ്ങിന്, അതുമായി ബന്ധപ്പെട്ടുള്ള ധനച്ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കഴിവതും ദമ്പതിമാർ കൂടുതൽ സംസാരിക്കാതെ ഒരു സംയമനമൊക്കെ ഈ സമയത്ത് ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ ബുധൻ്റെയൊക്കെ സ്ഥിതി നമ്മൾ ഈ കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവെ മാതൃബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ബുധൻ്റെയൊക്കെ സ്ഥിതിയും അതുപോലെ കുടുംബസുഖത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ 4ൽ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്.
അപ്പോൾ അതുപോലെ ഈ കുജൻ 12-ലാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ ഇപ്പോൾ വസ്തു വാങ്ങാനോ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് മാറുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി 4-ലുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ജൂൺ 3, 4, 17, 18, 22, 23 ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. സുപ്രധാന തീരുമാനങ്ങൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ ഇടവക്കുറുകാർക്ക് എല്ലാവർക്കും ഇടവലഗ്നം വരണമെന്നില്ല. ചിലർക്ക് ഇടവലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. ഇപ്പോൾ ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഇതിനോടൊപ്പം കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് പ്രത്യേകിച്ച് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യതയുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.